വെറും 604 രൂപയ്ക്ക് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയിലെ പേ പിടിച്ച ചെന്നായ്ക്കളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഏവനെന്നുള്ളതല്ല, ഇത് വട്ടിയൂർക്കാവാണ്. ഞാനും ഇവിടെ ജനിച്ചു വളർന്നതല്ല. ഞാൻ അപ്പൊ തൊട്ടപ്പുറത്ത് പേരുണ്ട്, പേ പിടിച്ച പന്നീരമോൻ. ഏവനായാലും എനിക്കൊരു വിഷയമല്ല. പക്ഷെ ഈ പാവത്തിന്റെ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആയിരുന്നു. ഞാൻ വച്ചു കൊടുക്കുന്ന വീടാണ് ഞാൻ ഓരോരുത്തരുടെ തെണ്ടിപ്പറക്കി, മുട്ടാത്ത വാതിലുകളില്ല, അങ്ങനെ തെണ്ടിപ്പറക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഈ വീടാണ്. ഈ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന് 2 ദിവസം മുമ്പ് യുവന്മാർ വന്ന് ചെയ്ത പണിയെന്ന് വെച്ചാൽ 604 രൂപ ബില്ല് ഇവിടെ ചെറിയ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അവന്റെ അമ്മയുടെ വീട്ടിലാണ് അവൻ കട്ട് ചെയ്തിട്ട് വന്നത്. ഏത് എന്ത് ഉദ്യോഗസ്ഥനാണ് ഇവിടെ? മന്ത്രിയില്ലേ? ഏത് മന്ത്രിയാണ്? കേരള വാട്ടർ അതോറിറ്റിയിലെ മന്ത്രി. നിങ്ങൾ ഏത് വലിയ മന്ത്രി ആയാലും ശരിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇമാതിരി പാവപ്പെട്ടവർക്ക് നിങ്ങൾ തെണ്ടിത്തനം കാണിക്കില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറയാണ്. പാർട്ടി പറയണല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇമാതിരി തെണ്ടിത്തനം കാണിച്ചാൽ മേലെ എന്റെ വീട്ടിൽ വോട്ടിന് വന്ന പോലെ, എന്റെ എന്നല്ല, ഞങ്ങളെ ഏരിയയിൽ വന്ന പോലെ വോട്ടിന്. അത്രയും വിഷമത്തോടെ പറയുന്നത്. ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നിങ്ങളുടെ അടുത്ത്. ഈ പാവപ്പെട്ട ഇവരുടെ അടുത്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ ഈ കാണിച്ച തെമ്മാടത്തിന് നിങ്ങൾക്ക് നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ കയ്യിൽ നിൽക്കൂലേ? 604 രൂപ. നിങ്ങൾ 604 രൂപ ഞാൻ പിച്ച എടുത്തിട്ടായാലും ഞാൻ തരുമായിരുന്നല്ല. 604 രൂപ ഒരു വാക്ക് പറയുന്നുണ്ട്. ഇന്ന് കോൺക്രീറ്റിന് നിങ്ങൾ കണ്ട ഈ കിണറ്റിൽ നിന്ന് ഞങ്ങൾ മാക്കണ കോരേണ്ടി വന്നു. എന്റെ ഈ കൈ ഉണ്ടാ, ഞാൻ വന്നാൽ ഇവിടുന്ന് വെള്ളം കോരി മൊത്തം 10-100 തൊട്ടി വെള്ളം കോരി വിഷമമുണ്ടായിട്ട് പറയണമെന്ന്. ഇമാതിരി നിങ്ങൾ ആൾക്കാരെ ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഈ പാവത്തങ്ങളെ ഉപദ്രവിക്കില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ വട്ടിയൂർക്കാവ് ഈ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പറയാണ് ഇമാതിരി ചെറ്റത്തന്നെ ഇനി ഒരു വീട്ടിൽ പോയി കാണിക്കല്. എന്റെ അമ്മളെ എന്റെ വീട്ടിലേക്കാണ് ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ കാല് ഞാൻ വെട്ടിയെടുക്കും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. ഇമ്മാതിരി തന്നെ യാതൊരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഇതിൽ പറഞ്ഞ കേസ് ഞാൻ നോക്കിക്കോളാം. ഒരു മാസത്തെ പെൻഡിങ്ങിന് വേണ്ടിയാണ് നീയൊക്കെ ഈ പരിപാടി ചെയ്തത്. നിനക്കുമില്ലടാ അമ്മയൊക്കെ. അവരുടെ പ്രായം നോക്കടാ. അവരെങ്ങനെങ്കിലും കയറി കിടക്കാൻ വേണ്ടിട്ട് ഒരു വീടുണ്ടാക്കുമ്പോ അവിടെ വന്നിട്ടാണ് നിന്റെ മറ്റേ എടാ ഇത് നീ ഒരു വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ 6000 രൂപയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കൊണ്ട് അടക്കി വരുന്നതാ. ഇത്രയും തെണ്ടിപ്പിരിച്ച് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നിന്റെ 600 രൂപയാണ് ഇവിടെ അടയ്ക്കാൻ വലിയ ആനക്കാര്യം.